ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതെല്ലാം നമ്മളെ കുളപ്പുറം നാട്ടിലെ ടീമാണ്. അപ്പോൾ ഇവർ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ. ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ആളാണ് രമ്യ. അപ്പോൾ രമ്യയുടെ വീട്ടിലാണ് നമ്മൾ ഈ വിരുന്ന് ഒരുക്കുന്നത്. ഇതിൻ്റെ പിന്നണി പ്രവർത്തകരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗീതു, പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹെൽന, പിന്നെ രമ്യ ഉണ്ടായിന്. രമ്യ വീട്ടിലേക്ക് പോയി ഇട്ടാ. നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. ആൾ സാധനമെല്ലാം വാങ്ങി വരുന്ന വഴി വീട്ടിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചതിന് ശേഷം വേണം നമുക്ക് സൂംബ ക്ലാസ്സിന് പോകാൻ വേണ്ടി. 6:30 to 7:30 സൂംബ. അപ്പോൾ സൂംബയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രഷായി ഇതാ രമ്യയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നല്ല വർത്താനം പറയാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് മഴയെല്ലാം പെയ്തിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ പുറത്തിരിക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് വേറെ ഏടുന്നല്ല, പ്ലാത്ര ബിഗ് ബൈറ്റ്സ് എന്നാണ്. നമ്മൾ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യൽ അവിടെ തന്നെയാണ്. സൂപ്പർ ഫുഡാണ്, ഒന്നും പറയാനില്ല. എൻ്റെ ഫേവറേറ്റ് അവിടുത്തെ പനീർ ബട്ടർ മസാലയും അതുപോലെ പൊറോട്ടയാണ് കേട്ടോ. എനിക്കത് എത്ര കഴിച്ചാലും മതിയാവില്ല. അവരെ പനീർ ബട്ടർ മസാലയ്ക്ക് വേറെ തന്നെ ഒരു രുചിയാണ്. പ്ലാത്ര വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് നമ്മളെ ബിഗ് ബൈറ്റ്. നേരത്തെ ക്യാമറയ്ക്ക് പിന്നിലായതുകൊണ്ട് ഹെൽനയെ പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. ആ കാണുന്ന ആളാണ് കേട്ടോ ഹെൽന. അങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വഴിയിലേ പോകുന്നവരെല്ലാം നോക്കുന്നുണ്ട് എന്നാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒച്ചയും ബഹളമാണ്. പിന്നെ മക്കളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. ഇവിടെ ഇന്ന് മൊത്തം എന്താ പറയുക ആഘോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇടിച്ച് കയറി രമ്യയുടെ അടുക്കളയിലേക്ക്. ഓരോരാളും ഓരോ ഭാഗത്തു നിന്ന് ഓരോ പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിലും കത്തിയുണ്ട്. എല്ലാവരും മുറിക്കുന്നത് വത്തക്കയാണ്. ഏറ്റവും എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്നതും അതാണല്ലോ. ഇതെന്നെല്ലാം വ്യത്യസ്ത പിടിച്ചത് നിമ്മിയാണ്. നിമ്മി കഴുകുന്നത് മുന്തിരിങ്ങയാണ്. ലജീര കത്തി ആരോ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഒരു കഷ്ണം വത്തക്കാട മാറ്റി വെച്ചിട്ടുണ്ട്. മുറിക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും പോരാഞ്ഞിട്ട് രമ്മിയുടെ വാങ്ങി വെച്ച് റെഡ് ലേഡി അതുപോലെ ആപ്പിളും നാരങ്ങയിലും എടുത്ത് ഞാനും അശ്വതിയും കൂടി കൈമ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടക്ക് പിന്നെ ഓരോരാളും ഓരോന്നായിട്ട് എടുത്തിട്ട് ടേസ്റ്റ് എല്ലാം നോക്കുന്നുണ്ട്. വത്തക്കക്ക് തീരെ മധുരമില്ല എന്നാണ് ഒരാളുടെ അഭിപ്രായം. ഇത് ഇവക്ക് തോല് മാത്രം കിട്ടിയതാണോ അല്ല ഇവള് തിന്ന് തീർത്തതാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പം നല്ല നാരങ്ങ വെള്ളം, വത്തക്ക, മുണ്ടച്ചക്ക, മുന്തിരിങ്ങ എല്ലാം ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങുന്നത് വരെ നമുക്ക് ഒരു ബോറടിയോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ വായിക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ പരിപാടിയാണ്. അപ്പം വെള്ളമെല്ലാം ഗീതു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനില്ലേ കാര്യങ്ങളെല്ലാം ഇവർ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പം എല്ലാവരും കൂടി അത് മേശയുടെ മുകളിൽ സെറ്റാക്കുകയാണ്. ഇന്നുച്ചക്ക് 2-3 ആളെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആശയമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഫോൺ കോളിൽ എല്ലാവരും ഓക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി ഇത്രയും നന്നായി നടത്തണമെങ്കിൽ അതിനുള്ള കാരണം ഈ ഗ്രൂപ്പിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ഓടിപ്പടിച്ചെത്തി ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിനോട് വേറെ തന്നെ ഒരു താല്പര്യവും സ്നേഹവും ഉണ്ടാവും. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സ് എല്ലാം കൊടുത്തു. പിന്നെ നമ്മളും കഴിക്കാനിരുന്നു. എല്ലാവർക്കും മക്കളെ മുഖത്തും എല്ലാവരുടെ മുഖത്തും സന്തോഷമേ കാണാനില്ലൂ. ഈ കാണുന്ന മക്കൾക്ക് എല്ലാവർക്കും നാളെ പരീക്ഷയാണ് കേട്ടോ. പക്ഷെ അതൊന്നും ആരും അലട്ടുന്നില്ല. എല്ലാവരും സന്തോഷത്തിലാണ് ഉള്ളത്. അഹമ്മദ് പ്രവാചക പുരിയൂരെ മക്കൾക്കുതിരിയാധിപതി സരഗുണ സുമസുരരാസ മരതക മുളിവേ ജഗമിക ഗുരുവേ മരതക മുളിവേ ജഗമിക ഗുരുവേ മധുരസമൊളിവേ പെരിയവൻ തിരുവേ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ബിരിയാണിയാണ്. അപ്പോൾ സിംഗിൾ മതി എന്ന് പറഞ്ഞു. നമ്മൾ അത്യാവശ്യം ഫുഡെല്ലാം കൺട്രോൾ ചെയ്യുന്നവരായതുകൊണ്ടും ചൂടായതുകൊണ്ടും നമ്മൾ സിംഗിളാന്ന് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായതുകൊണ്ടും വേറൊരു ഓപ്ഷൻ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഇതാണ് എടുത്തത്. പക്ഷേ ഓപ്ഷൻ തെറ്റിയിട്ടില്ല കേട്ടോ. ബിരിയാണി സൂപ്പറാണ് ഉണ്ടായിന്. എല്ലാവരുടെ അഭിപ്രായവും ബിരിയാണി സൂപ്പറാണെന്നാണ് ഉണ്ടായിട്ടാ. ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിന്. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു വെജിറ്റബിൾ ബിരിയാണി ഇതിനു മുന്നേ കഴിച്ചിട്ടില്ല എന്നില്ല തന്നെയാണ് സത്യം. കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരു മസാല ഉണ്ടായിന്. നമ്മളെ പനീർ
മിക്സായിട്ട് വരുന്നൊരു മസാല സൂപ്പർ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. സ്വതവേ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിലൊരു മസാല ഉണ്ടാവലില്ല. റൈസ് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള റൈസാണ് ഉണ്ടാവുക. പക്ഷേ സംഭവം കിടൂട്ട. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് നമ്മളും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഓരോരാളെ മുഖത്തെ എക്സ്പ്രഷനും അതുപോലെ സംസാരവും കാര്യങ്ങളും എല്ലാം നമുക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെ ചിരിക്കാനും കളിക്കാനും മാത്രമേ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പം തന്നെ ഈ ഓരോരോ വീഡിയോ ഓരോരാളെ എക്സ്പ്രഷനും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ഇതേപോലെ ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിരിക്കും. തന്നെ സമയം 9:40 കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. സമയം എങ്ങനെ എയിലേ പോയിന്നുള്ളത് അറിയില്ല, പെട്ടെന്ന് പോയ പോലെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും തിരക്കായല്ലോ, നമുക്ക് മക്കൾക്ക് നാളെ പരീക്ഷയല്ലേ. അപ്പം വേഗം നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എല്ലാം എടുത്ത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.